സൈന സൗത്ത് പ്ലസിന് ജാസ്മിൻ ജാഫർ നൽകിയ അഭിമുഖം വൈറലാവുകയാണ്. ഒപ്പം സമ്മിശ്ര പ്രതികരണങ്ങളും നിരവധി ട്രോളുകളും ജാസ്മിൻ വിഷയത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ബിഗ് ബോസ് ടീം തനിക്ക് അനുകൂലമായി കളിച്ചിരുന്നെങ്കിൽ തനിക്കിപ്പോൾ പുറത്ത് ഇത്രയും വിമർശനം ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് ജാസ്മിൻ അഭിമുഖത്തിൽ പറഞ്ഞത്. താൻ ചെയ്ത നല്ലത് അവർ മറച്ചുവെച്ചു. ഞാൻ ലാലേട്ടന്റെ മോളാണ്, ബിഗ് ബോസിന്റെ മരുമോളാണ് എന്നൊക്കെയുള്ള പരിഹാസത്തിന് തനിക്ക് അഭിമാനമേ ഉള്ളൂവെന്നും ബിഗ് ബോസിന് ശേഷം ഫെയിമുണ്ടായി, കാശുണ്ടായി, ഇതിനൊക്കെ വേണ്ടിയാണ് പോയത്, ജീവിതം വെച്ച് കളിച്ചതല്ലെന്നും തന്റെ ജീവിതം അതിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണുണ്ടായതെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു. പുറത്ത് ഇത്രയും വെറുക്കപ്പെട്ടിട്ടും അവിടെ പിടിച്ചു നിന്നതിലുള്ള അഭിമാനവും താരം പങ്കുവച്ചിരുന്നു. സൈബർ ആക്രമണമുണ്ടായാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയവരുണ്ടായിരുന്നുവെന്നും ഞാൻ ആത്മഹത്യ ചെയ്താൽ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പോയി, അല്ലാതെ ആർക്കും പോകില്ല, ആത്മഹത്യ ചെയ്താൽ അതിനെയും വിറ്റ് കാശാക്കാൻ വരുന്നവർ കാണുമെന്നും ജാസ്മിൻ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ വരുന്ന വിമർശനങ്ങളൊന്നും തങ്ങളുടെ സൗഹൃദത്തെ തകർക്കാനാകില്ലെന്ന് തെളിയിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും. കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ഇരുവരും ഒരുമിച്ചെത്തിയിരുന്നു. വലിയ ജനക്കൂട്ടമാണ് ഇരുവരെയും കാണാൻ അവിടെ തിങ്ങിക്കൂടിയത്. ജനങ്ങളുടെ സ്നേഹം ശരിക്കും അത്ഭുതപ്പെടുത്തിയെന്നും ജബ്രികൾ പറഞ്ഞു. ഇതുപോലെ വലിയൊരു കൂട്ടത്തിനിടയിൽ ആദ്യമായാണെന്ന് ജാസ്മിൻ. അതിന്റെ ഭയം എന്റെ മുഖത്തുണ്ടാകും, ഗബ്രിയുടെ മുഖത്തുണ്ട്, പക്ഷെ അവന് മറച്ചു പിടിക്കാനറിയാം, എനിക്കത് അറിയില്ലെന്നും ജാസ്മിൻ വ്യക്തമാക്കി. ബിഗ് ബോസിനകത്തും അത് കഴിഞ്ഞുമുള്ള കാര്യങ്ങളെയൊന്നും നെഗറ്റീവ് പോസിറ്റീവ് എന്ന നിലയിലല്ല കാണുന്നത്. ഗബ്രി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പോസിറ്റീവ് കണ്ടിട്ട് ഭയങ്കരമായി സന്തോഷിക്കുകയോ നെഗറ്റീവ് കണ്ടിട്ട് ഡിപ്രസ് അടിക്കുകയോ ചെയ്യരുതെന്ന്. എപ്പോഴും ഗ്രൗണ്ടഡായി നിൽക്കണം. കാര്യങ്ങളെ അങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്നും ജാസ്മിൻ. എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാവി പരിപാടിയെക്കുറിച്ച് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ജീവിതം എങ്ങോട്ട് കൊണ്ടുപോകുന്നു അങ്ങോട്ട് ഞാൻ പോകും. സിനിമ അവസരങ്ങൾ വരുന്നുണ്ടോ എന്ന ആങ്കറുടെ ചോദ്യത്തിന് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ലെന്നായിരുന്നു ജാസ്മിൻ വ്യക്തമാക്കിയത്. കുറച്ചുപേർ കല്ലെറിഞ്ഞിടത്ത് കുറേ പേർ കല്ലെറിയാനുണ്ടെന്നാണ് ഗബ്രി പറഞ്ഞത്. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ബിഗ് ബോസിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. ഗബ്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നെഗറ്റീവ് ഉണ്ടായാലും ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റവും ഉണ്ടാകുമെന്ന്. ഇന്ന് ഞങ്ങൾ കയറ്റത്തിലാണ്, അതിന്റെ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുമ്പോൾ എന്നായിരുന്നു. ഫൈനലിൽ ടോപ്പ് 3യിൽ ജാസ്മിൻ നിന്നതും എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ആയിരുന്നുവെന്നും ഗബ്രി.